നമസ്കാരം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് റഷ്യ ഉക്രൈൻ വാറാണ് നമ്മുടെ ന്യൂസുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. യുദ്ധവും ജിയോ സ്ട്രാറ്റജിയും കുറെ വർഷങ്ങളായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഞാൻ, ആസ് എൻ ഒബ്സർവർ, ന്യൂസ് വായിക്കുന്നു, കാണുന്നു. ഞാൻ ഒബ്സർവ് ചെയ്ത ഈ ഇടയ്ക്ക് കുറച്ച് പോയിന്റേഴ്സ് ഉണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും ചില വാർത്താ ശകലങ്ങളും ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വരുന്ന ഒരു ഇൻഫർമേഷൻ, അത് കൂട്ടിച്ചേർത്തിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഞാൻ ആദ്യം പറയാം. അത് കേട്ട് നിങ്ങൾ അന്തം വിട്ടിട്ട് എന്നെ ചീത്ത വിളിക്കണമെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഡൊണാൾഡ് ട്രംപ് നോബൽ പീസ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ഇതെല്ലാം. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറയാം. അതിൽ ഫസ്റ്റ് സെക്ഷൻ റഷ്യ ഉക്രൈൻ വാർ. സെലൻസ്കി 2 ദിവസം മുമ്പ് പറഞ്ഞു, സെലൻസ്കി ആകാശത്തും വെള്ളത്തിലും യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് തയ്യാറാണ്. എന്തുകൊണ്ട് പറഞ്ഞു? യുക്രൈന്റെ കയ്യിലുള്ള 2 S-300 സർഫസ് ടു എയർ ബാറ്ററീസ് ഉണ്ട്. അതായത് എയർക്രാഫ്റ്റിനെയും മിസൈൽസിനെയും വെടിവെച്ചിടാൻ പറ്റുന്ന ആന്റി എയർ ഡിഫൻസ് മിസൈൽസ്. റഷ്യയുടെ S-400ന്റെ തൊട്ട് താഴത്തെ ലെവലാണ് S-300. നമ്മുടെ കയ്യിലും ഉണ്ട് സാധനം. അതിന്റെ 2 ബാറ്ററീസ്, 2 എൻറ്റയർ യൂണിറ്റ്സിനെ റഷ്യ വെടിവെച്ച് ഇട്ടു. അവരവരുടെ ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ചിട്ട് തകർത്താക്കി. ആസ് ഓഫ് നാവ് യുക്രൈനിന്റെ എയർ ഡിഫൻസ് ഏകദേശം തകർന്നു. യുക്രൈനിന് ഇനി എയർ സുപ്പീരിയോറിറ്റിയോ എയർ ന്യൂട്രാലിറ്റിയോ ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സെലൻസ്കി പറഞ്ഞത്, ആകാശത്തെ യുദ്ധം ഞങ്ങൾ നിർത്താം. യുദ്ധം ചെയ്യാൻ കഴിവില്ലാത്തവൻ അങ്ങനെയല്ലേ പറയുള്ളൂ. പിന്നെ വെള്ളം. യുക്രൈന്റെ ഏറ്റവും വലിയ പോർട്ട് എന്ന് വെച്ചാൽ ഒഡേസ എന്നുള്ള പോർട്ടാണ്. ഒഡേസ പോർട്ട് എന്ന് വെച്ചാൽ അവിടെ ഒരുവിധം 60-70% ആൾക്കാർ റഷ്യക്കാർ തന്നെയാണ്. ഒഡേസ പോർട്ടില് 2 ദിവസം മുമ്പ് 2 ഷിപ്പ് മുക്കി. 2 ഷിപ്പിൽ അറ്റാക്ക് നടന്നു. മുങ്ങിയിട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പില്ല. കാരണം ന്യൂസ് ആ ഡീറ്റെയിലേക്ക് കിട്ടുന്നില്ല, പുറത്ത് വരുന്നില്ല. അതന്നെ ഒരു വലിയ ഇൻഡിക്കേറ്ററാണ്. ഇതും റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈൽസ് വെച്ചിട്ടാണ് തകർത്തത്. ഒഡസ പോർട്ടിനും സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു ഷിപ്പ് ബ്രിട്ടൻ ചാർട്ടർ ചെയ്ത ഷിപ്പാണ്. അത് ബ്രിട്ടനിൽ നിന്നുള്ള യുദ്ധക്കോപ്പുകള് ഉക്രൈനിലേക്ക് കൊടുത്തു വരുന്ന ഷിപ്പാണ്. അങ്ങനത്തെ 2 എയ്ഡ് ഷിപ്സ് ആണ് അറ്റാക്കിൽ പെട്ടത്. ഈ അറ്റാക്ക് നടന്നത് കിയർ സ്റ്റാർമറിന്റെ വലിയ മഹാനായ പ്രസ് കോൺഫറൻസ് നടക്കുന്നതിന് തൊട്ടു മുമ്പ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഉക്രൈൻ പറഞ്ഞു, ഞങ്ങള് വായു യുദ്ധത്തിനും കടൽ യുദ്ധത്തിനും സന്ധി പറയാൻ തയ്യാറാണ്, കരയില് തയ്യാറല്ല. കാരണം ഇപ്പോൾ അവർക്ക് കുറച്ച് എക്വിപ്മെന്റ്സ് ഉണ്ട്. ഇനി അടുത്ത പോയിന്റർ, ട്രംപ് പറഞ്ഞു യുക്രൈനുള്ള മിലിറ്ററി സപ്ലൈസ് നിർത്തുകയാണ്. ഉക്രൈൻ ഇത് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ പോളിഷ് പ്രധാനമന്ത്രി സമ്മതിച്ചു. അതായത് യുക്രൈനിലേക്ക് പോകുന്നതും ട്രാൻസിറ്റിലോ ആയിട്ടുള്ള സകല മിലിറ്ററി സപ്ലൈസും അതാത് സ്ഥലങ്ങളും നിർത്താൻ വേണ്ടി ഉത്തരവ് വന്നു. സോ ഉക്രൈൻ ഇനി US എന്നുള്ള വെപ്പൺസ് വരാൻ പോകുന്നില്ല. പാട്രിയറ്റ് മിസൈൽസ് വരാൻ പോകുന്നില്ല. അത് മാത്രമേ ഉള്ളൂ എയർ ഡിഫൻസിനും മിസൈൽ ഡിഫൻസിനും ഇനി ഉപയോഗിക്കാൻ പറ്റുന്നത്. അതില്ല. ഹിമാർസ് റോക്കറ്റ്സ് വരുന്നില്ല. ദാറ്റ് ഈസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ്. അതും വരാൻ പോകുന്നില്ല. പിന്നെന്ത് ചെയ്യും? ടെസ്ലയുടെ അതായത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഓൾറെഡി അത് അവര് യുദ്ധം തുടങ്ങിയ 2-3 വർഷം മുമ്പ് ആയിരക്കണക്കിന് സ്റ്റാർലിങ്ക് ഡൗൺലിങ്ക്സ് യുക്രൈന് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഉക്രൈൻ സൈബർ വാർഫെയറിലും ഡ്രോൺ വാർഫെയറിലും വളരെ മുൻഗണനയിൽ എത്തിയതിന് മെയിൻ കാരണം ദിസ് കണ്ടിന്യൂഡ് നോൺ സ്റ്റോപ്പ് സാറ്റലൈറ്റ് ഇന്റർകണക്ഷൻ ആണ്. ആ സ്റ്റാർലിങ്ക്സ് എല്ലാം ഷട്ട് ഓഫ് ആയി. ഈ 3 ഫാക്ടേഴ്സ് അവിടെ വന്നിട്ടുണ്ട് ഉക്രൈൻ യുദ്ധം. സോ ഉക്രൈൻ യുദ്ധം ഏകദേശം തീരാറായി എന്നാണ് അർത്ഥം. ഇപ്പോ ഇന്നത്തെ ന്യൂസ്, സെലൻസ്കിയും മാക്രോണും സ്റ്റാർബറും ചോദിച്ചിട്ടുണ്ട് 1 മാസത്തേക്കുള്ള നമുക്ക് യുദ്ധം നിർത്താം. റഷ്യ പറഞ്ഞ് പറ്റില്ല. നിർത്താണെങ്കിൽ നിർത്താം, ഇവിടെ ഹോൾട്ട് ഇടാം, അല്ലാണ്ട് ടെമ്പററി ഹോൾട്ടിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് റഷ്യ പറഞ്ഞു. കാരണം ഇപ്പൊ ടെമ്പററി ഹോൾട്ട് ഇട്ടില്ലെങ്കിൽ 2-3 ആഴ്ചയിൽ ഉക്രൈനിൽ ഉണ്ടാവും. കാരണം യുദ്ധം തുടങ്ങിയ സമയത്ത് റഷ്യ ഉപയോഗിച്ചത് അവരുടെ കോൾഡ് വാർ സ്റ്റോക്സ് ആയിരുന്നു. കോൾഡ് വാർ സമയത്ത് നാറ്റോനെയും ചൈനയെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ അത്ര അധികം വെപ്പൺ സിസ്റ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 60s 70s വിന്റേജ് വെപ്പൺസ് എല്ലാം, അതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു.
ഏതൊരു രാജ്യത്തിനും കാലാടിസ്ഥാനത്തില് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ബിൽഡപ്പ് ചെയ്ത് വരണമെങ്കിൽ 2-3 വർഷം എടുക്കും. ആ 2-3 വർഷത്തിന്റെ കാലാവധി റഷ്യയുടെ കഴിഞ്ഞു. റഷ്യ ഇപ്പോ നൂറുകണക്കിന് ആയിരക്കണക്കിന് മിസൈൽസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു. ഈ പറഞ്ഞ S-300 പൊട്ടിക്കാനും ഷിപ്പുകളെ പൊട്ടിക്കാനും ഉപയോഗിച്ച മിസൈൽസ് ഒരു വർഷം 500-600 ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണ് റഷ്യക്ക് ഇപ്പോൾ ഉള്ളത്. അനൗൺസ് ഡിക്ലെയർ. ബാക്കിയുള്ള വെപ്പൺ സിസ്റ്റംസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കൂടി ഓൺ സ്ട്രീം വന്നു കഴിഞ്ഞാൽ ഇതുവരെയുള്ള കളി ആയിരിക്കില്ല. ഇതുവരെ അമേരിക്കൻ മിലിറ്ററി ഉണ്ടായിരുന്നു സപ്പോർട്ടിന്. ഇനിയിപ്പോ അമേരിക്കൻ മിലിറ്ററി ഇല്ല. പിന്നെ ആരുടെ മിലിറ്ററി സപ്പോർട്ട് വെച്ചിട്ടാണ് യുക്രൈൻ യുദ്ധം നടത്താൻ പോണേ? യുക്രൈന്റെ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റിക്ക് പോയി. ഇനി UK വീരവാദത്തിന് പിന്നെ ഞാൻ പറഞ്ഞുതരാം. UK പറഞ്ഞു, ഞങ്ങൾ 2.3 ബില്യൺ പൗണ്ട്സ് യുക്രൈന് കൊടുക്കും. ഈ പിന്നെ 5000 മിസൈൽസും സർഫസ് ടു എയർ മിസൈൽസും കൊടുക്കും. സംഭവം എന്താണെന്നറിയോ? UK കൊടുക്കുന്ന ലോണാണ്. UK ഉക്രൈന് 2.3 ബില്യൺ പൗണ്ടിന്റെ ലോൺ കൊടുക്കുന്നു. ലോണിന്റെ ഗ്യാരണ്ടി എന്താ? റഷ്യന് പിടിച്ചു വെച്ച അസറ്റ്സ്. റഷ്യ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യയിൽ നിന്ന് കുറെ കാശ് പിടിച്ചു വെച്ചല്ലോ. ആ അസറ്റ്സ് ആണ് കൊളാട്രൽ. ഈ ലോൺ എന്തിനാ കൊടുക്കുന്നത്? മിസൈൽസ് വാങ്ങിക്കാൻ, സർഫസ് ടു എയർ മിസൈൽസ് വാങ്ങിക്കാൻ. ആരുടെന്ന്? UK തന്നെ. അപ്പൊ UK ലോൺ കൊടുത്തു സ്വന്തം സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന്റെ കടവും പലിശയും കൊടുക്കേണ്ടതാണ് യുക്രൈൻ. ഇത് നമ്മുടെ നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ, ഞാൻ മഹീന്ദ്രയുടെ കാറ് മേടിക്കാൻ പോണു. മഹീന്ദ്ര ഫിനാൻസിൽ നിന്ന് ഞാൻ ലോൺ എടുത്തു. മഹീന്ദ്ര ഫിനാൻസിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ട് അതിന് ഇൻട്രസ്റ്റ് പലിശകൾ കൊടുക്കണം. അത് വെച്ചിട്ട് ഞാനൊരു വണ്ടി മഹീന്ദ്രയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നാളെ മഹീന്ദ്ര കമ്പനി പറയണം, ഇതേ ഗൂഗിളിന് ഞങ്ങൾ ഇതേ 20 ലക്ഷം രൂപ കൊടുത്തു, ഒരു കാറും കൊടുത്തു, ഞങ്ങൾ മഹാന്മാരല്ലേ. ഈ കളിയാണ് UK കാണിക്കുന്നത്. UK ആക്ച്വലി ഏത് കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ല. UK ആകെ ഉള്ളത് 200 മെയിൻ ബാറ്റിൽ ടാങ്ക്സ് ആണ്. അതിലാകെ 40 ഉപയോഗിക്കാനും പറ്റുള്ളൂ. അത് വേറെ കോമഡി. പിന്നത്തെ പോയിന്റ് എന്ന് വെച്ചാല് US അവരുടെ സൈബർ ഒഫൻസീവ് ഓപ്പറേഷൻസ് നിർത്തുകയാണ്. അതായത് CIA ഇന്റലിജൻസ് യുദ്ധങ്ങളല്ല, ദ ലാർജർ സൈബർ ഒഫൻസ് നാരേറ്റീവ്സ്. അതായത് സോഷ്യൽ മീഡിയ വെച്ചിട്ടുള്ള റഷ്യയോടുള്ള യുദ്ധം നിർത്തി എന്ന് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ഇതൊരു കൺഫർമേഷൻ ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ ഈ യുദ്ധം 2022 ഫെബ്രുവരി മുതലോ അതിന് മുമ്പേ മുതൽ ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം എന്ത് ചെയ്യും, എവിടെ നടക്കും എന്നുള്ളത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ കുറെ ആഴ്ചകളിൽ പ്രോ യുക്രൈൻ ധാരാളം ന്യൂസ് സോഴ്സുകൾ വരുന്നുണ്ടായിരുന്നു. ഒരു 60-70%. ഒരു 10% പ്രോ റഷ്യ കണ്ടന്റ് വരുന്നിരുന്നു. അത് ബേസിക്കലി റഷ്യയുടെ RT ന്യൂസിൽ നിന്നോ പ്രാവഡയിൽ നിന്നോ റഷ്യൻ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൽ നിന്നോ. പിന്നെ ഒരു 20% ന്യൂട്രൽ പെർസ്പെക്റ്റീവിലത്തെ ന്യൂസും വന്നിരുന്നു. പക്ഷെ ഒരു 1-2 മാസത്തിന് ശേഷം റഷ്യൻ മീഡിയ ഔട്ട്ലെറ്റ്സിന് കംപ്ലീറ്റ്ലി ബാനായി. യൂട്യൂബിൽ കാണാനില്ല. ഇട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, എനിക്ക് ചാനൽ അക്സസിബിൾ ആയിരുന്നില്ല. പിന്നെ കണ്ടത് ന്യൂട്രലിൽ പിടിച്ച പകല ന്യൂസ് ചാനൽസും എക്സ്ട്രീം പ്രോ യുക്രൈൻ നാരേറ്റീവായി. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബിയോണ്ട് വേൾഡ് ഇസ് വൺ എന്നുള്ള ന്യൂസ് ചാനൽ. നമ്മുടെ കോവിഡ് കാലത്ത് തിളങ്ങി വന്ന ഇന്ത്യൻ വന്ന ഒരു ന്യൂസ് ബ്രാൻഡ്, ഗ്ലോബൽ റെക്കഗ്നിഷൻ ഉള്ള ഒരു ന്യൂസ് ബ്രാൻഡ് ആയിരുന്നു. ന്യൂട്രൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു അവർക്ക്. അവരും പ്രോ യുക്രൈനായി മാറി. പിന്നെ 3 വർഷത്തോളം നമ്മൾ കേൾക്കുന്ന എന്താണ്? റഷ്യയുടെ തീർന്നു, കഴിഞ്ഞു, റഷ്യയുടെ പണി തീർന്നു, യുക്രൈൻ ജയിച്ചു കഴിഞ്ഞു. അതേ സമയത്ത് വേറെ ന്യൂസും വരുന്നുണ്ട്. അതായത് യുക്രൈനിൽ ഉണ്ടാവുന്ന അടികളെ പറ്റിയിട്ട് ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ അതിന് വെയിറ്റേജ് കൊടുക്കുന്നില്ല. ഇതെല്ലാം മാറിയത് കഴിഞ്ഞ 2 ആഴ്ചകളിലാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ പ്രോ റഷ്യ ന്യൂസ് ചാനൽസ് ആണ് വരുന്നത്. ഇപ്പൊ പ്രോ യുക്രൈൻ ന്യൂസ് കുറവാണ്, കുറഞ്ഞു വരുന്നു. 50%-ലേക്കായി. 50% പ്രോ യുക്രൈൻ, ബാക്കി 50% ബിറ്റ്വീൻ ന്യൂട്രൽ ആൻഡ് പ്രോ റഷ്യയിലേക്ക് വന്നു. ദാറ്റ് മീൻസ് ദർസ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ്. യൂട്യൂബിൽ ആൽഗോരിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇതിന്റെ ഇടയില് ഇതിപ്പോ റഷ്യ ഉക്രൈൻ വാർ, ഇതിന്റെ ലക്ഷ്യം US റഷ്യ അലയൻസിന് വേണ്ടിയിട്ടാണ്. US റഷ്യ 1945 തുടങ്ങിയ ശത്രുതയാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷമുള്ള കളികളൊക്കെ ഞാൻ നേരത്തെ ഇംഗ്ലീഷ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറയാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മലയാളം ചാനൽ വീഡിയോ എടുക്കുന്നുണ്ട്. US റഷ്യ ബന്ധം ശരിയായി കഴിഞ്ഞാൽ അടുത്ത കളി
ഓൾറെഡി അതിന്റെ ന്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. US-ഇറാൻ ന്യൂക്ലിയർ ടോക്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് റഷ്യയുടെ സഹായം ചോദിച്ചു. റഷ്യ നെഗോഷിയേഷൻസ് റിയാദിൽ നടന്നു. അതിനുശേഷമാണ് ഇതെല്ലാം നടന്നത്. റിയാദിലെ അമേരിക്കക്കാരോട് സംസാരിച്ചതിന് ശേഷം റഷ്യൻ ഫോറിൻ മിനിസ്റ്ററിലത്തെ ആൾക്കാർ നേരെ പോയത് ടെഹ്റാനിലേക്കാണ് ഇറാനായിട്ട് സംസാരിക്കാൻ. ട്രംപ് തന്നെ ഫസ്റ്റ് പ്രസിഡൻസിയിൽ ഇല്ലാണ്ടാക്കിയ ന്യൂക്ലിയർ ഡീല് പുതിയ രൂപത്തില് ഇറാനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ട്രംപ് തയ്യാറാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? 1979 ഷാ ഓഫ് ഇറാന്റെ ഫോളിന് ശേഷം, ഇസ്ലാമിക് റെവല്യൂഷൻ വന്നതിന് ശേഷം തുടങ്ങിയ ശത്രുതയാണ്. 50 വർഷത്തോളമുള്ള ശത്രുതയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ. ആ ശത്രുതയിൽ ഒരു അയവ് വരാൻ പോകുന്നു. അത് നടത്തിക്കാൻ വേണ്ടിയിട്ട് റഷ്യ അമേരിക്കനെ സഹായിക്കുന്നു. ഇതൊരു വളരെ വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത്. ഓൾറെഡി ഈ ന്യൂസും അത്രയ്ക്ക് പൊങ്ങി വരുന്നില്ല, പക്ഷെ നടന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം US-ഉം ഇറാനും തമ്മിൽ സഖ്യകക്ഷികളായാൽ പിന്നെ അടുത്ത് തീരാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റ് യുദ്ധം. ഇപ്പൊ ഇസ്രയേലിന്റെ മെയിൻ ശത്രുക്കളായ ഹമാസ്, ഹെസ്ബുള്ള, പിന്നെ ഹൂത്തീസ്, ഇവരെല്ലാവരും സ്പോൺസർ ചെയ്യുന്ന ആരാ? ഇറാൻ. ഇറാനിന് ഗുണപരമായ ഒരു തീരുമാനം വന്നാൽ ഇറാൻ വിൽ സ്റ്റോപ്പ് ഈ ഹമാസിനെ, ഹെസ്ബുള്ളനെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി. ഇറാൻ നിൽക്കും. അപ്പൊ ഇസ്രയേലും പാലസ്തീനും തമ്മിൽ ആവാം. ഇത് ഞാൻ പറയാനുള്ള വേറൊരു കാരണം, ഓൾറെഡി ന്യൂസ് വന്ന് തുടങ്ങി. അമേരിക്കൻ ഒഫീഷ്യൽസ് ഹമാസുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അമേരിക്കയും പാലസ്തീനും ഇഷ്യൂ സ്മൂത്ത് ആയിട്ട് സംസാരിക്കണമെങ്കിൽ അതിന് ഏറ്റവും വലിയ അടങ്കോല് ഇടാൻ പോണത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിൽ പവറിലുള്ളത്തോളം കാലം ഇസ്രയേലും ഇറാനും ഒരിക്കലും സമാധാനത്തിലാവില്ല. അവിടെയാണ് വേറെയും പോയിന്റ്സ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ആന്റി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂസുകളും അമേരിക്കയിൽ നിന്ന് വരാൻ തുടങ്ങി. അമേരിക്ക ചെറുതായിട്ട് നെതന്യാഹുവിന് കൊടുക്കാൻ തുടങ്ങി പണം. കഴിഞ്ഞ 80 വർഷങ്ങളായിട്ട് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയം മുഴുവൻ ഇസ്രയേലാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ട്രംപ് അതിന് നിന്ന് കൊടുക്കുന്നു തോന്നുന്നില്ല. കളി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് 3 യുദ്ധം അവിടെ തീരാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം, ഇറാൻ US പ്രോക്സി യുദ്ധം, പിന്നെ പാലസ്തീൻ യുദ്ധം. ഇത് മൂന്നും തീർക്കാൻ പറ്റിയ ഒരാൾക്ക് നോബൽ പീസ് പ്രൈസ് കിട്ടില്ലേ? ആ നോബൽ പീസ് പ്രൈസ് പ്രത്യേകിച്ച് പറയാൻ കാരണം, ട്രംപ് എത്രയൊക്കെയാണെങ്കിൽ നല്ല ഒന്നാന്തര കുനിഷ്ടുള്ള മനുഷ്യനാ. അയാൾ പ്രസിഡന്റ് ആയത് തന്നെ ആർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാ? ഒബാമക്കിട്ട്. കാരണം ഒബാമ വൈറ്റ് ഹൗസ് പ്രസ് കോമഡി ഷോയിൽ വെച്ചിട്ട് ട്രംപിനെ നല്ലോണം നാറ്റിച്ചു വിട്ടു. പറഞ്ഞു, താൻ എന്തൊക്കെ ആയിക്കോളൂ, ഞാൻ US പ്രസിഡന്റാ, താൻ ഒരിക്കലും അതാവില്ല. അപ്പോ ഒബാമയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് പ്രസിഡന്റ് ആവാനുള്ള വാശിയിൽ വന്നത്. ട്രംപിന്റെ അടുത്ത വാശി നോബൽ പീസ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ബരാക് ഒബാമയ്ക്ക് എന്ത് വകയിലാണ് നോബൽ പീസ് പ്രൈസ് കിട്ടിയത്? അയാളുടെ തൊലിയുടെ കളർ വെച്ചിട്ട് മാത്രം. ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ആയതോ ഒറ്റ കാരണം കൊണ്ട് നോബൽ പീസ് പ്രൈസ് കിട്ടിയ ആളാണ്. ജോർജ് W. ബുഷിനേക്കാളും കൂടുതൽ യുദ്ധങ്ങൾ തുടങ്ങിയ മനുഷ്യനാണെങ്കിൽ എൻറ്റയർ നോർത്ത് ആഫ്രിക്ക ഡീസ്റ്റെബിലൈസ് ചെയ്തു. സോ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ട്രംപിന് നോബൽ പീസ് പ്രൈസും കിട്ടിയേക്കാം. അതായിരിക്കാം ഫുൾ ഗെയിം പ്ലാൻ. ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹി വാണ്ട്സ് ടു ബി നോൺ ആസ് എ പീസ് മേക്കർ. ശാന്തിയുടെ മെസ്സഞ്ചർ ആവാനാണ് ആൾക്ക് താല്പര്യം. ആളും പറഞ്ഞിട്ടുണ്ട്, ഈ എന്റെ പ്രസിഡൻസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോ നിങ്ങൾ തന്നെ പറയും, വാഷിങ്ടണിനേക്കാളും ലിങ്കണിനേക്കാളും വലിയ മഹാനാണ് ഞാനെന്ന്. അങ്ങനെ ഒരു ഗെയിം പ്ലാൻ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തിനെ ഈ 3 യുദ്ധങ്ങൾ നിർത്തണം? സോ ദാറ്റ് ഒരു വലിയ യുദ്ധം കളിക്കാൻ വേണ്ടിയിട്ട്. ഈ 3 യുദ്ധങ്ങൾ നിർത്തിയാൽ മാത്രമേ അമേരിക്കയ്ക്ക് ചൈനയായിട്ട് ശരിക്കും യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ 80 വർഷത്തോളം നീളുന്ന 3 യുദ്ധങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വേൾഡ് വാറിനുള്ള പ്രിപ്പറേഷൻ ആവാം. എന്തായാലും കേട്ടുകൊണ്ടിരിക്കും. എല്ലാ ഒപ്പീനിയൻസും ഫീഡ്ബാക്കും ഉണ്ടെങ്കിൽ തരൂ. താങ്ക് യു.